ഹായ് ഓൾ, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പൈനാപ്പിളിൻ്റെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വേറെ 2 ചേരുവകൾ മാത്രം നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ശരിക്കും നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെയാണ് കേട്ടോ കാണാനൊക്കെ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിതവിടെ പൈനാപ്പിൾ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ പൈനാപ്പിളും നന്നായിട്ടൊന്ന് വെന്ത് വരണം. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കയ്യിലായിട്ട് നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കണം, എന്നാലേ ഇത് നന്നായിട്ട് പേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനത് അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഞാനെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ. ഇനി ഇതൊരു അരിപ്പിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാനിതവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വിപ്പിംഗ് ക്രീം അടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് പൈനാപ്പിളിൻ്റെ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഏകദേശം ഒരു 8-9 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. എന്നാലും ശരിക്കും ഐസ്ക്രീമിൻ്റെ അതേപോലെ തന്നെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കട്ടിയില്ലാത്ത പാത്രത്തിലാക്കുക. ഞാനിവിടെ കട്ടിയുള്ള പാത്രം എടുത്തുകൊണ്ട് എൻ്റെ നല്ല ടൈം എടുത്തിരുന്ന് ഐസായി കിട്ടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ശരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഐസ്ക്രീമിൻ്റെ രുചിയും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടും വരുന്നത് വരെ ബൈ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.